രാഹുലിന്റെ വലിയ ആരോപണമായിരുന്നു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവസാന മണിക്കൂറുകളിൽ പോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ പൂർണ്ണമായി കോടതി തന്നെ തള്ളിക്കളയുകയാണ്. ഇദ്ദേഹം ഇത്തരം വ്യാജ ആരോപണങ്ങളുമായി ഒരു ഭാഗത്ത് യാത്ര നടത്തുമ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, അല്ലേ? ഈ വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? ഒരു പ്രയോജനവുമില്ല, അല്ലേ? വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അണ കെട്ടി തടഞ്ഞു നിർത്തി ആ വെള്ളം നമുക്ക് ജലസേചനത്തിനും വേണ്ടി ഒക്കെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഇതാണ്, വെള്ളം മുഴുവനും ഒഴുകിപ്പോയതിന് ശേഷം അണ കെട്ടാൻ ചെയ്യും. എന്നാൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വാസ്തവം അതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കാലപരിധി കഴിഞ്ഞതിന് ശേഷം ഈ ആരോപണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ശല്യക്കാരായ വ്യവഹാരികളുണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ഥിരം കേസുമായിട്ട് ഇങ്ങനെ കോടതി കയറി ഇറങ്ങും. ഈ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സൂക്കേടുണ്ട്, എന്തിനും ഏതിനും കൊണ്ട് കോടതിയിൽ ഹർജിയുമായിട്ട് കോടതി പോകും, പരാതിയുമായിട്ട് കോടതി പോകും. അങ്ങനെയുള്ളവരെ കോടതി ശല്യക്കാരായ വ്യവഹാരികൾ എന്ന് വിവക്ഷിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞവരെ ഇനി മേലാൽ ഇങ്ങോട്ട് വന്നു പോകരുത്, അനാവശ്യമായിട്ട് വന്നു പോകരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് വിടും. ഇപ്പൊ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുകയാണ്. സുപ്രീം കോടതി ചെവിക്ക് പിടിച്ച് തൂക്കി കറക്കിയെടുത്ത് ഒരു ഏറെടുത്ത് കൊടുത്ത പോലെയാണ്. പക്ഷെ ഇത് രാഹുൽ ഗാന്ധി നേരിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ഇത് രാഹുലിനാണ് തിരിച്ചടി. കാരണം അദ്ദേഹമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതെ, ഈ രാഹുൽ ഉന്നയിച്ച ആരോപണത്തിന്റെ ചുവട് പിടിച്ച് മഹാരാഷ്ട്ര സ്വദേശിയായ ചേതൻ ചന്ദ്രകാന്ത് അഹീരെ എന്ന് പറയുന്ന ആളാണ്. ബുദ്ധിമാനായ മണ്ടനാണല്ലേ? അല്ലെ, അതെ, തീർച്ചയായിട്ടും ബുദ്ധിമാനായ മണ്ടനാണ്. അതുപോലെ ഇപ്പോൾ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നത് മാത്രം നിയമപരമായി പോകില്ല, പോയാൽ ഇതായിരിക്കും അവസ്ഥ. അതെ, രാഹുൽ നേരിട്ട് പോകാതെ വളഞ്ഞ വഴിയിൽ നമ്മൾ ഈ ബിനാമി സ്വത്തെന്നൊക്കെ പറയുന്നത് പോലെ ബിനാമികളെ കൊണ്ട് ഹർജി കൊടുപ്പിക്കുകയാണ്. ഈ ചേതൻ ചന്ദ്രകാന്ത് ആദ്യം ബോംബെ ഹൈക്കോടതിയിൽ പോയി. എന്താ, വൈകിട്ട് 6 മണിക്ക് ശേഷം മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം 76 ലക്ഷം പേര് വോട്ട് ചെയ്തു എന്നാണ്. ഈ പറയുമ്പം നമ്മൾ ഈ ബോധ്യപ്പെടുന്ന കള്ളം പറയണ്ടേ? ഒരു ആരോപണം ഉന്നയിക്കുമ്പം എന്തെങ്കിലും അടിസ്ഥാനം അതിന് വേണ്ടേ? ഈ പറഞ്ഞ കണക്കങ്ങ് കണ്ണു അടച്ചു പറയുകയാണ് 76 ലക്ഷം പേര് വോട്ട് ചെയ്തു എന്ന്. അത് പിന്നെ ബോംബെ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് ഹർജിയായിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയിൽ നോക്കൂ, 89 വോട്ടിന് മഞ്ചേശ്വരത്ത് തോറ്റപ്പോൾ കെ സുരേന്ദ്രൻ എന്താ ചെയ്തത്? അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഹർജിയുമായിട്ട് മുന്നോട്ട് പോയി, അല്ലേ? കള്ളവോട്ട് നടന്നിട്ടുണ്ട്, അതുപോലെ ഈ ഇരട്ട വോട്ടുകളുണ്ട്, ഇങ്ങനെ സുരേന്ദ്രൻ പറയേണ്ടതെല്ലാം പറഞ്ഞ് തെളിവുകൾ സഹിതം കോടതിയിൽ പോയി. അവസാനം എന്ത് സംഭവിച്ചു? ആ സ്ഥാനാർത്ഥി മരിച്ചു പോയത് കൊണ്ട് ആ കേസിന് പിന്നെ നിലനിൽപ്പില്ല. അങ്ങനെ അദ്ദേഹം ഹർജി പിൻവലിച്ചു. ഇത് അതുപോലെ ചെയ്യാതെ ഈ 45 ദിവസത്തിനകം നമ്മൾ വോട്ടെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, 45 ദിവസത്തിനകം ഈ തെരഞ്ഞെടുപ്പ് ഹർജി സമർപ്പിക്കാം. അത് എതിർ സ്ഥാനാർത്ഥിക്ക് സമർപ്പിക്കാം, അല്ലെങ്കിൽ മറ്റു വല്ലവർക്കും ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം. ഇന്ത്യയിലെ ഒരു വോട്ടറായിരിക്കണം. അപ്പോൾ ഇതിൽ ക്രമക്കേട് കണ്ടു, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, ആ തെളിവുകളുമായിട്ട് തെരഞ്ഞെടുപ്പ് ഹർജിയാണ് സമർപ്പിക്കേണ്ടത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കണം. അവിടെ പരാതിക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ 45 ദിവസത്തെ സമയമുണ്ട്, 45 ദിവസത്തിനകം കോടതിയെ സമീപിക്കാം. ഈ നിയമം പാലിക്കാതെ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് റിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ ചെന്നിരിക്കുക, ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളുടെ സൗകര്യത്തിന് കേസെടുക്കാനും കേൾക്കാനും അല്ല ഹൈക്കോടതി ഇവിടെ ഇരിക്കുന്നത്, ഹൈക്കോടതിക്ക് വേറെ പണിയുണ്ട്, കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അവിടുന്ന് കിട്ടിയ തിരിച്ചടി അത് വാങ്ങിച്ച് പാളയെ കെട്ടി നേരെ സുപ്രീം കോടതിയിൽ പോയി. എന്തിനാ? സുപ്രീം കോടതിയിൽ ഇത് കൊടുത്ത് സംഭവം വിവാദമാക്കാനായിരുന്നു ഉദ്ദേശം. സുപ്രീം കോടതിയുടെ 2 ജഡ്ജിമാർ, ഡിവിഷൻ ബെഞ്ചാണ് ഇത് കേട്ടത്. ജസ്റ്റിസുമാരായ MM സുന്ദരേഷും കോടീശ്വർ സിംഗും. അവർ 2 പേരും ബോംബെ ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്യാനോ ഈ ഹർജി അനുവദിക്കാനോ തയ്യാറായില്ല. ബോംബെ ഹൈക്കോടതി പറഞ്ഞത് എന്താണോ അത് തന്നെ ആവർത്തിച്ചു, പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ചേതൻ ചന്ദ്രകാന്ത് ശരിക്കും പറഞ്ഞാൽ തേഞ്ഞു. അവിടെ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. ഈ രൂക്ഷമായിട്ടാണ് ഹൈക്കോടതി തിരിച്ചടിയും
അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ഒരു ജാതി പരാമർശവുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുന്ന ഒരു നിലപാടിലേക്ക് വരെ എത്തി. എന്നിട്ട് ഇദ്ദേഹം തുടരുകയാണ്, ഇദ്ദേഹത്തിനോടൊപ്പം ഉള്ളവർ ഇങ്ങനെ തുടരുകയാണ്, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വാർത്തയിൽ ഇടം പിടിക്കുക എന്നതാണോ ലക്ഷ്യം? അല്ല, നോക്കൂ, 2014 ശേഷം ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ വിവിധ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും കീഴ്ക്കോടതികളിലും വന്നു. ഇപ്പം ഇതാ അലഹബാദ് ഹൈക്കോടതിയിൽ തന്നെ രാഹുലിനെതിരായിട്ട് ഒരു കേസ് ഒരു കേസ് വന്നു. അത് അലഹബാദ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ പോയി. അവിടെ ചെന്നപ്പോൾ എന്താ കിട്ടിയത്? അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു അത് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. കീഴ്ക്കോടതി ആണ് രാഹുലിനോട് മാനനഷ്ട കേസിലാണ് ഹാജരാകാൻ പറഞ്ഞത്. അപ്പോൾ അത് റദ്ദ് ചെയ്യണം, കീഴ്ക്കോടതിയുടെ ആ ഉത്തരവ് റദ്ദാക്കണം, കേസ് തന്നെ തള്ളണം എന്ന് പറഞ്ഞാണ് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോയത്. അവിടെ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ആ കേസ് അങ്ങനെ തള്ളാൻ സാധിക്കില്ല, അതിന് നിയമപരമായി നിലനിൽപ്പുണ്ട്, ഹർജിക്കാരൻ്റെ വാദങ്ങളിൽ കഴമ്പുണ്ട്, അതങ്ങനെ തള്ളാൻ സാധിക്കില്ല, നിങ്ങൾ മാനനഷ്ട കേസ് വിചാരണയ്ക്ക് ഹാജരാകണം എന്ന് പറഞ്ഞു. അവിടെയും തിരിച്ചടിയല്ലേ കിട്ടിയത്? സവർക്കർക്കെതിരായിട്ട് പറഞ്ഞു. എന്താ കോടതി എന്താ പറഞ്ഞ, സുപ്രീം കോടതി എന്താ പറഞ്ഞ? നിങ്ങൾ ഈ സവർക്കറെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയാണ് അധിക്ഷേപിക്കുന്നത്. അതുപോലെ ഒരു ഇടയ്ക്ക് ഒരു കേസിൽ ചോദിച്ചത് നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്നാണ് ചോദിച്ചത്. ഒരു ഇന്ത്യക്കാരൻ ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് രംഗത്ത് വന്ന സാഹചര്യത്തിൽ നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരു ഇന്ത്യക്കാരൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല, അതുകൊണ്ട് നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എന്ന് തന്നെ സംശയമുണ്ട്. ആ സംശയം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കും. ഇപ്പോൾ അത് ഞാൻ രാഹുലിൻ്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം അത് കോടതിയിലിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ലണ്ടനിൽ നിന്നും മറ്റുമൊക്കെ കളക്ട് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. കോടതി ഇനിയിപ്പോൾ കോടതിയിലിരിക്കുന്ന വിഷയമാകുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അത് കോടതി സീല് വെച്ച കവറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കോടതിയുടെ മുമ്പിൽ അത് ഓപ്പൺ ചെയ്ത് കോടതി വളരെ കൃത്യമായിട്ട് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് ആ രേഖകളുടെ ആധികാരികത കോടതിക്ക് ബോധ്യപ്പെട്ടാൽ രാഹുലിൻ്റെ കാര്യത്തിൽ പണിയാണ്. അത് ഞാൻ ഇപ്പോൾ ഇത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ നിരന്തരം കേസുകളിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാണ്, കോൺഗ്രസ്സിന് തിരിച്ചടിയാണ്. ഇപ്പോൾ ഈ ചേതൻ ചന്ദ്രകാന്ത് എന്ന് പറയുന്ന ഒരു ബിനാമിയെ മുമ്പിൽ നിർത്തി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി മഹാരാഷ്ട്ര സർക്കാരിനെതിരെ, നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ ഇവരെന്താ കരുതിയിരിക്കുന്നത്? നമ്മുടെ ഇവിടെ തന്നെ വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് 7 മണി വരെ ആൾക്കാർക്ക് അന്ന് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും അവസരം കൊടുക്കണം അല്ലേ? ഒരു ബൂത്തിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് 6 മണിക്ക് മുമ്പ് വയനാട് തെരഞ്ഞെടുപ്പ് സമയത്ത് 7-8 മണിക്കൊക്കെയാണ് വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണത്? വോട്ടർമാരുടെ നീണ്ട നിര ചിലപ്പോൾ, കാരണം 6 മണിക്ക് മുമ്പ് ഈ പോളിംഗ് ബൂത്തിൻ്റെ ഗേറ്റ് കടക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം കൊടുത്തേ പറ്റുള്ളൂ. അത് നമ്മുടെ നിയമമാണ്. 6 മണിക്ക് ശേഷം ഗേറ്റിൻ്റെ പുറത്ത് വന്നിട്ട് നിലവിളിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു ബാധ്യതയുമില്ല. പക്ഷേ 6 മണിക്ക് മുമ്പായിട്ട് 6 മണി എത്തുന്നതിന് തൊട്ട് മുമ്പേ ഗേറ്റ് കടന്ന് ക്യൂവിൽ നിന്നാൽ ആ ആളിനെ വോട്ട് ചെയ്യാൻ അനുവദിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ മഹാരാഷ്ട്രയിൽ പല കാരണങ്ങൾ കൊണ്ടാകാം. പകല് നല്ല മഴ പെയ്തു, ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞു, ആൾക്കാർ വോട്ട് ചെയ്യാൻ വരും. ഈ വൃദ്ധരായ ആൾക്കാർ, 3 മണിക്ക് ശേഷം കൂലിപ്പണിക്കാർ, ഇങ്ങനെ നമ്മൾ അല്ലാതെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ അവധിയൊക്കെ കൊടുക്കണമെന്നൊക്കെ നിയമം ഉണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമല്ല, അത്ര എളുപ്പമല്ല. ഞാൻ ചോദിക്കട്ടെ, മാധ്യമ പ്രവർത്തകർക്ക് അവധി കൊടുക്കാൻ പറ്റുമോ? സാധിക്കില്ല. കാരണം അവരന്ന് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ജോലി ചെയ്യേണ്ട ടീമാണ് അല്ലേ? കേവലം റിപ്പോർട്ടിങ്ങിന് വരുന്നവർ മാത്രം ജോലി ചെയ്താൽ പോരല്ലോ, ഡെസ്കിലുള്ളവരും ജോലി ചെയ്യണം. അപ്പം മുഴുവൻ ആ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും അന്ന് ജോലിക്ക് ഹാജരായേ മതിയാവുള്ളൂ. കാരണം ഇത് ജനങ്ങളിൽ എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും വോട്ട് ചെയ്യും. കിട്ടുന്ന ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സമയം അനുസരിച്ച് വോട്ട് ചെയ്യും. അത് ഷിഫ്റ്റൊക്കെ വെച്ച് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇടയ്ക്ക് പോയി വോട്ട് ചെയ്യാനുള്ള പെർമിഷൻ 1-2 മണിക്കൂർ അനുവദിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഈ എന്താ പറയുക, BJPക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക, BJPക്കെതിരെ ഒരു പോമറ സൃഷ്ടിക്കുക, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുക, ഇതാണ് കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അത് EVM കാര്യത്തിലായിരുന്നു. 2019 തൊട്ട് EVM ആയിരുന്നു വിഷയം.
EVM പഴയതുപോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പഴയതുപോലെ ഏൽക്കുന്നില്ല എന്ന് വന്നപ്പോൾ വോട്ടർ പട്ടികയായി, അതുപോലെ ഈ സമയം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്തു എന്നായി. ഇങ്ങനെ നിരന്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയാണ്. ഇതിനെല്ലാം ഉള്ള മറുപടി മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടി, എത്ര സീറ്റ് കിട്ടി, കോൺഗ്രസ് 0 അവിടെ, BJP തൂത്തുവാരി കൊണ്ടുപോയോ? എങ്കിൽ ശരി, നമുക്ക് ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് വിശ്വസിക്കാം. ഈ പറയുന്നതുപോലെ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി പറയുന്ന 2024 തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ തന്നെ ലോക്സഭാ കരിയറിൽ ഏറ്റവും കുറവ് സീറ്റ് ലഭിച്ചതാണ്. ഇത്രയും വലിയ അട്ടിമറി നടന്നിട്ട്, അങ്ങനെയെങ്കിൽ അട്ടിമറി നടത്തിയെങ്കിൽ 400 നേടുന്നുണ്ട്. അതാ ആ ചോദ്യം പല രാഷ്ട്രീയ നിരീക്ഷകരും ഉന്നയിച്ചിട്ട് കോൺഗ്രസിന് അതിൽ നിന്നും മറുപടിയില്ല. അതിനൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പരിപൂർണമായിട്ട് 103 നിന്നും 240 ചുരുങ്ങുകയാണ്. ഒരു 63 സീറ്റിന്റെ കുറവ് വന്നിട്ടുണ്ട് BJP. 2 വർഷം തുടർച്ചയായിട്ട് രാജ്യം ഭരിച്ച ഒരു കക്ഷിക്കെതിരെ സ്വാഭാവികമല്ലേ ഈ ജനങ്ങളെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തി ഭരിക്കാൻ പറ്റും? ഈ ജനവികാരം എതിരാകാനുള്ള സാധ്യതയില്ലേ? എന്നിട്ടും BJP സഖ്യം ജയിച്ചു വന്നു, NDA സഖ്യം ജയിച്ചു വന്നു. ഇതൊന്നും രാഹുലിന്റെ ബുദ്ധിയിൽ ദഹിക്കുന്ന കാര്യങ്ങളല്ല. 98-99 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു എന്നും പറഞ്ഞ് രാജ്യത്തിന്റെ അധികാരം കോൺഗ്രസിന് കിട്ടിയെന്നും പറഞ്ഞ ആഹ്ലാദ നൃത്തം ചവിട്ടിയവരാണ് ഇവരൊക്കെ. എന്നാലും ഒരു കാര്യം സത്യമാണ്, സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ കോടതികളിലൊക്കെ ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ മെറിറ്റ് പരിശോധിച്ച് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിസഹമാണെങ്കിൽ മാത്രമേ കോടതി അത് മുന്നോട്ട് കൊണ്ടുപോകൂ. അല്ലാത്തത് കോടതി വലിച്ചു ദൂരെ എത്തി. ഇവിടെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സത്യത്തിൽ. ഈ പറാട്ട് നാടകം കോടതിയെ കരുവാക്കി നടത്തണ്ട എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.